ക്രിസ്മസ് ന്യൂ ഇയർ സീസണാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഏതാനും വിഭവങ്ങൾ തയ്യാറാക്കുന്നു. ആദ്യം അപ്പവും ഏത്തയ്ക്ക കൊതപ്പിച്ചതും. എൻ്റെ അമ്മുമ്മ, സൂനത്തിൻ്റെ അമ്മ ഇത് ഞങ്ങൾക്കായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇത് ഒത്തിരി രുചിയാണ് ഇതിന്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലിലേക്ക്, രണ്ടാം പാലാണ്, അതിലേക്ക് 2 ഏത്തയ്ക്ക അരിഞ്ഞിടുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഏത്തയ്ക്ക നല്ല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് 1 പാല്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, നല്ലപോലെ തിളയ്ക്കണ്ട. അത് തിളച്ച് നല്ലോണം തിളച്ചൊരു വിധം വെന്ത് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്ക, ഇത് തിളയ്ക്കാറായിട്ടുണ്ട്. ഇച്ചിരി കുറുകി വരാൻ വേണ്ടി 1 ടീസ്പൂൺ അരിമാവ് ഞാൻ ഇതിലേക്ക് കലക്കി ചേർക്കുന്നുണ്ട്. ഇപ്പം നല്ല കുറുകി. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പവും ഏത്തയ്ക്ക കൊതിപ്പിച്ചതും പഴയ കാലത്ത് ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കുന്നൊരു സാധനമാണ്. എൻ്റെ അമ്മയുടെ കാലത്തൊക്കെ അവർ ക്രിസ്മസിന് അപ്പവും സ്റ്റൂ ഒന്നും അല്ലായിരുന്നു, ഈ ഏത്തയ്ക്ക കൊതിപ്പിച്ചതും അപ്പവുമായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. മമ്മ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ നമ്മുടെ അപ്പവും ഏത്തയ്ക്ക കൊതിപ്പിച്ചതും റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ ആണ്. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കൊല്ലംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, പുട്ടിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാം. മറ്റൊരു ക്രിസ്മസ് റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.